ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം പരുമലപ്പള്ളിയിലേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ പരുമലപ്പള്ളി. എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചുറ്റുളങ്ങരയമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ തിരുമേനിയോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതിലെല്ലാം എനിക്ക് പോസിറ്റീവ് റിസൾട്ടുകളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനും രതീഷേട്ടനും ഒരുമിച്ച് നാട്ടിലുള്ള സമയത്തെല്ലാം ഈ പരുമലപ്പള്ളിയിൽ തിരുനാൾ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വട്ടം രാവിലെയാണ് പോയത്, അപ്പോൾ നമുക്ക് അവിടുന്ന് ഊണൊക്കെ കിട്ടിയായിരുന്നു. ഈ വട്ടം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല, പെരുന്നാളായ കാര്യം ഞാൻ അങ്ങനെ അറിഞ്ഞില്ല. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് അറിയാൻ പറ്റി അവിടെ പെരുന്നാളാണെന്ന് അറിയാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാൻ നേരത്തെയും ഒക്കെ മെഴുകുതിരി, ഈ വട്ടം ഞാൻ ചെറിയ മെഴുകുതിരിയാണ് കത്തിച്ചത് കേട്ടോ. കാരണം പിള്ളേരെയും കൊണ്ട് വരുന്നത് കൊണ്ടേ വലിയ മെഴുകുതിരി ഈ പിള്ളേർ വാശി പിടിച്ച് അത് കത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ മെഴുകുതിരിയാണ്, അപ്പോൾ അവർക്ക് കുറേ കത്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ തിരുമേനിയുടെ മുന്നിൽ മെഴുകുതിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അകത്തുമൊക്കെ കയറി നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പദയാത്രകളും ഒക്കെ നമ്മൾ ചെന്ന സമയത്ത് നമ്മളൊരു 5 മണിയോടടുത്തായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് 5:45 ആയപ്പോഴത്തേക്ക് നമ്മൾ പള്ളിയിൽ എത്തിയിരുന്നു. വഴിയിലൊക്കെ ഒരുപാട് പദയാത്രകളുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, മീനാക്ഷി അമ്മാളും ആണെങ്കിൽ കുറേ സാധനങ്ങളും വേണമെന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവർക്ക് ആ ഒരു ഭക്തിയുടെ ഒരു കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അവർക്ക് അമ്പലം പള്ളി എന്നൊക്കെ പറയുമ്പം ഇത്തരം കാര്യങ്ങളോടായിരുന്നു കൂടുതൽ അവരുടെ ഒരു ചിന്തയും ഒക്കെ അങ്ങനെയായിരിക്കും പോകുന്നത്. നമ്മളും കൊച്ചിൽ അതുപോലെയൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ എൻ്റെ കൊച്ചിലത്തെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധിക ഉത്സവത്തിനും അങ്ങനെ മീൻസ് അമ്പലങ്ങളിലാണെങ്കിൽ പോലും ഞാൻ അധിക ഉത്സവത്തിനൊന്നും അങ്ങനെ പോയൊരു ബാല്യമായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് വളകളും മാലകളും ബലൂണുകളും കളിപ്പാട്ടങ്ങളും ഒന്നും നമ്മുടെ സിറ്റുവേഷനൊക്കെ കൊണ്ടായിരുന്നിരിക്കണം അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആളല്ല. പക്ഷേ ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ വെള്ളോട്ട് ഇറങ്ങുമ്പോഴേ അത് വേണം ഇത് വേണം മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. പിന്നെ നമുക്ക് നാണക്കേടല്ലേ അവിടെ കിടന്ന് ബഹളം വെച്ച്. ചിലപ്പോഴൊക്കെ ഞാൻ ചെറിയൊരു പണിഷ്മെൻറ്റൊക്കെ കൊടുക്കും അവിടെ വെച്ച് കേട്ടോ. ചെറിയൊരു ഗിരട്ടൊക്കെ ഞാൻ കൊടുക്കും. പക്ഷേ എന്നാലും ഈ പിള്ളേർ അവിടെ കിടന്ന് അത് വേണം ഇത് വേണം മറ്റേത് വേണം മറിച്ച് വേണം എന്തോ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതെല്ലാം കണ്ടാലും ആദ്യമായിട്ട് കാണുന്നൊരു ഇതാണ് ഈ പിള്ളേർക്ക്. അവിടുന്ന് നമ്മൾ കളറിങ് ബുക്കും എഴുതുന്ന ബുക്കും എല്ലാം മേടിച്ചു. പിന്നെ കുറച്ച് തലയിടുന്ന കുറേ ആക്രി ഉപ്പുര സാധനങ്ങളൊക്കെ മേടിച്ചു. ഐസ്ക്രീം കഴിച്ചു. പിന്നെ എന്താ പറയില്ലേ, കോളിഫ്ലവർ ബജിയില്ലേ, ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും കഴുകിയിട്ടൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ വലിച്ചു വാരി തിന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു.